വേദി 10 ചെമ്പരത്തി. കണ്ണു ചിമ്മാതെ കാതോർത്തിരിക്കുന്ന കാണികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ വേദന വാക്കുകളായി നിറഞ്ഞു. വയനാട് ജില്ലയുടെ മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയും മണ്ണിടിച്ചിലുമാണ് കഥാപ്രസംഗത്തിന്റെ വിഷയം. ഒരു രാത്രിയിൽ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും തുടർച്ചയായി മഴ പെയ്തു. അവിടേക്കെത്തിയത് രാത്രി മഴയുടെ സംഗീതമല്ല, മരണത്തിന്റെ മുഴക്കമായിരുന്നു. തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയത് ജീവനുകളും ജീവിത സ്വപ്നങ്ങളുമാണ്. അനാഥരായത് നിരവധി കുരുന്നുകൾ. കുളിർമഞ്ഞിൻ പുതപ്പണിഞ്ഞ് തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ, വൻമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലങ്കാടുകൾ, മാനും മയിലും പുലിയും കുയിലും നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങൾ, തെളിനീർ അരുവികൾ, കുന്നിൻ ചെരുവുകളിൽ തീർത്ത തട്ടുകളിൽ വരിവരിയായി നിൽക്കുന്ന തേയിലച്ചെടികൾ, ആഹ്ലാദാരവത്തോടെ പാട്ട് പാടിക്കൊണ്ട് തേയിലുന്നുള്ളുന്ന ആദിവാസി പെണ്ണുങ്ങൾ. അവർ പാടുകയാണ്: തെയ്യാതി നന്ദോം തെയ്യാതി നന്ദോം തെയ്യാതി നന്ദോം തേതി നന്ദോം, പാട്ടൊന്നു പാടി തേയില നുള്ളടി കൂട നിറക്കടി പെണ്ണാളെ. കഥാപ്രസംഗം വെറും ദുരന്ത വിവരണത്തിൽ ഒതുങ്ങിയില്ല. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വവും മുന്നറിയിപ്പുകളുടെ പ്രാധാന്യവും വ്യക്തമായി ചൂണ്ടിക്കാട്ടി. അതാ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഒരു വൻമല ഇടിഞ്ഞു വീഴുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കുകളിൽ കല്ലും മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീഴുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ എല്ലാം തകർന്നുകൊണ്ട് ഭയങ്കരമായി ഉയരപ്പെട്ടുണ്ടാകുന്നു. പലരുടെയും മൃതദേഹങ്ങൾ ഒഴുകി വരും. പലരുടെയും മൃതദേഹങ്ങൾ മണ്ണിനടിയിലായി. ജീവനുള്ളവരും ജീവൻ ബാക്കിയുള്ളവരും. പിറ്റേന്ന് പുലർന്നപ്പോൾ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ആ പ്രദേശമൊട്ടാകെ തകർന്നിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപമുയർന്നു. അധ്യാപകന്റെ മനസ്സിൽ വിടർന്ന ആശയത്തെ അവതരണത്തിലൂടെ കുട്ടികളിലൂടെ പൂർണ്ണമായി. പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത കൊണ്ട് പ്രകൃതി തിരിച്ചടിക്കുന്നതാണ്. അപ്പോൾ അതൊരു കഥാപ്രസംഗം ആക്കി ജനങ്ങളിൽ എത്തിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ജനങ്ങൾക്കുണ്ടാവണം. ആ ഉത്തരവാദിത്തം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് മാത്രമേ. വാക്കുകളുടെ ശക്തിയിലൂടെ വയനാട് ദുരന്തത്തിന്റെ വേദന പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തി. വേദിയാകെ നിശബ്ദമാക്കി. ജഡ്ജിമാരുടെയും പ്രേക്ഷകരുടെയും കയ്യടി. കലോത്സവ വേദികളിൽ വാക്കുകളുടെ ശക്തി വെളിപ്പെടുത്താനുള്ള കഴിവ് കഥാപ്രസംഗത്തിനുണ്ട്. പാട്ടിനും അഭിനയത്തിനും പ്രസംഗത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്ന്. സമകാലിക വിഷയങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും കഥാപ്രസംഗത്തിന് കഴിവുണ്ട്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം ശ്രുതി ദിവ്യ, അമൃത ന്യൂസ്, തൃശൂർ.